ഗ്രാമിൽ മലയാളി ഫോളോസിനെ കൂട്ടുന്ന ആപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഈ കേരള ഫോളോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഒന്നും നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നില്ല. ഈ ഒരു ആപ്പിനകത്ത് നടക്കുന്ന വെറും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ഫോർ ഫോളോ മാത്രമാണ് നടക്കുന്നത് കേട്ടോ. കിഡിലൻ ആപ്പാണ്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഫേക്ക് ഫോളോസ് ഒന്നും അല്ല കേട്ടോ മച്ചന്മാരെ. റിയൽ ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കേരള ഫോളോസാണ് നമുക്ക് ഈ ഒരു ആപ്പിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കാര്യം. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കിയാലോ, നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ആപ്പ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടുന്നവർക്കും ഞാൻ ഫോളോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ഇടുമ്പോൾ നല്ലൊരു കമൻറ്റ് എഴുതിയിട്ട് നിങ്ങളുടെ യൂസർ നെയിം കൂടെ വെച്ചാൽ എനിക്ക് ചെയ്തു തരാൻ പറ്റൂ. സോ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. മച്ചന്മാരെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനത്തെ പേജിലേക്ക് വരും. ഇവിടെ ഡൗൺലോഡ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം മച്ചന്മാരെ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആപ്പ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് പരിചയപ്പെടാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളിവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. കേരള ഫോളോ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇത് വർക്ക് ആവുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു തരാം. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾ അലോ കൊടുക്കുക. ശേഷം നമ്മൾ അടുത്തൊരു ഇങ്ങനത്തെ പേജിലേക്ക് ലോഡായി വരും. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ തന്നെ കാണുന്ന രജിസ്റ്റർ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇപ്പം പല ആപ്പിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യത്തില്ല, അതേപോലെ ഈ ഒരു ആപ്പിനകത്തും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, .com എന്ന് എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഈ ഇമെയിലും പാസ്വേഡ് മറക്കരുത്. കാരണം നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ആയിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ഈ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാൻ നിങ്ങൾ നേരത്തെ എത്ര കോയിനാണോ കളക്ട് ചെയ്തിട്ട് ആ കോയിനോട് തന്നെ ഓപ്പൺ ആയി വരുന്നതാണ് കേട്ടോ. അപ്പം വെച്ചാൽ പറയാം, ഞാനിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഈ ഒരു ആപ്പ് വഴി നമുക്ക് മലയാളി ഫോളോസ് ആണ് കിട്ടുന്ന, ഫേക്ക് ഫോളോസ് അല്ല. മലയാളി ഫോളോസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് വേണം കേട്ടോ. കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ആയാലും ലൈക്സ് ആയാലും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ മച്ചാന്മാരെ. കോയിൻ വേണം കേട്ടോ. അപ്പം മച്ചാന്മാരെ, ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ കോയിൻസ് അവൈലബിൾ കോയിൻസ് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാം, എന്നിട്ട് ഫോളോസ് കൂട്ടാം. അപ്പോൾ കോയിൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും മേളിൽ തന്നെ 3 ഡോട്ട് ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഏൺ ക്രെഡിറ്റ് എന്നുണ്ട് അല്ലേ. അതിൻ്റെ താഴെ കണ്ട ഗെറ്റ് ഫോളോസ് എന്ന്. നമ്മൾ കോയിൻ കളക്ട് ചെയ്തിട്ട് ഈ ഗെറ്റ് ഫോളോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഫോളോസിനെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ മച്ചന്മാരെ. ഓക്കെ, അപ്പോൾ നമുക്ക് കോയിൻ കളക്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ പരിചയപ്പെടാം. അതിനായിട്ട് ഇവിടെ ഏൺ ക്രെഡിറ്റ്സ് എന്നുള്ളടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ മച്ചന്മാരെ ഇതേപോലെ എഴുതി കാണിക്കും, താണ്ട പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരും ഫോളോ ചെയ്യരുത്, കോയിൻ കിട്ടില്ല. നിങ്ങൾ ഇതിൽ ടാസ്ക് ഒരുപാട് വന്ന് കിടപ്പുണ്ടാവും. പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഫോളോ ചെയ്യരുത്, കോയിൻ കിട്ടില്ല. പ്രൈവറ്റ് ആവാത്ത അക്കൗണ്ടുകൾ മാത്രം ഫോളോ ചെയ്യുക. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് 80 ഫോളോവറൊക്കെ 1 ക്ലിക്ക് കിട്ടും. നമുക്ക് 80 ഫോളോസ് 40 ഫോളോസ് ഒക്കെ പെട്ടെന്ന് കൂട്ടാം ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അപ്പം മച്ചന്മാർ ഇതേപോലെയല്ലേ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഈ ടാസ്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 5 നാണയം കിട്ടും. ഓക്കെ, അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും താഴെ വേറെ ടാസ്ക് ഉണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോ ടാസ്ക് ഇങ്ങനെ കടപ്പുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ മച്ചന്മാരെ. ഓരോ ടാസ്ക് ഇങ്ങനെ കടക്കുകയാണ്, മനസ്സിലായോ. ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ 5 നാണയം വെച്ച് കിട്ടും. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരും. ഇൻസ്റ്റഗ്രാം എനിക്ക് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തരാം വ്യക്തമായിട്ട്. അതേപോലെ നിങ്ങൾ പോയി ചെയ്താൽ ഫോളോസ് കിട്ടും കേട്ടോ. സോ ഞാനിവിടെ ഫോളോ ആൻഡ് ഏൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു മച്ചന്മാരെ. അതിന് ശേഷം അടുത്തൊരു പേജിലേക്ക് വരും. ഇതേപോലത്തെ പേജിലേക്കാണ്. സോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക മച്ചന്മാരെ. വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വീഡിയോ വരും. ഓക്കെ, ഇതേപോലത്തെ വീഡിയോ വരും. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ മറക്കരുത്. അതായത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഇതിൽ പറയുന്നുണ്ട് എങ്ങനെ കോയിൻ കളക്ട് ചെയ്യുന്നുള്ളത്. അതായത് ഞാൻ വ്യക്തമായിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാത്തതിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ആവും. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് കോയിൻ കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ മേളിൽ കണ്ടോ ഒരു ക്യാൻസൽ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളിവിടെ ടാസ്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുക, അതിലുണ്ട് കോയിൻ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്ത് എന്ത് ചെയ്യാം, ഓരോ അക്കൗണ്ടും ഫോളോ ചെയ്ത് കോയിൻ കളക്ട് ചെയ്യും. ഇപ്പം അടുത്ത അക്കൗണ്ട് എടുക്കുമ്പോൾ ആ വീഡിയോ വരും. സോ ഇവിടെ ആ വീഡിയോ വരും കണ്ടോ.
ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോയിൻ എങ്ങനെ കളക്ട് ചെയ്യണമെന്നുള്ളത് കേട്ടോ. ഇനി കോയിൻ കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ കൂട്ടണമെന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് ഫോളോവേഴ്സ് എന്നുണ്ട്. ആ ഗെറ്റ് ഫോളോവേഴ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാം കേട്ടോ മച്ചന്മാരെ. ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് 10 ഫോളോവറിന് 20 ക്രെഡിറ്റ്സ് മതി. അതേപോലെ തന്നെ നമുക്കിവിടെ എന്താണ് ഇൻസ്റ്റഗ്രാം യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ബോക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കൂട്ടുന്നത് ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തിട്ട് ക്വാണ്ടിറ്റി എത്ര ഫോളോവർ ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ക്യാമ്പയിൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആവുന്നതാണ് കേട്ടോ മച്ചന്മാരെ. കിട്ടില്ല എന്നൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് മലയാളി ഫോളോവേഴ്സ് കൂട്ടാം. ഞാൻ എന്തായാലും എന്നും ഈ ആപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യും. കാരണം എന്താണ്, നമ്മൾ മറ്റുള്ള ആപ്പിൽ പോയി ഫേക്ക് ഫോളോവേഴ്സിനെ കൂട്ടുന്നതിനെക്കാട്ടി എല്ലാം ബെറ്ററാണ് മലയാളി ഫോളോവേഴ്സ് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ ബൈ കോയിൻസ് ഉണ്ട്. ബൈ കോയിൻസിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോയിൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ മച്ചന്മാരെ. അപ്പോൾ എല്ലാവരും പോയിട്ട് ഉപയോഗിച്ചോ. നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ വാരി കൂട്ടാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളും വീഡിയോ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മല്ലി ഫോളോവേഴ്സ് ഇട്ട് കിട്ടിലുമായിട്ട് കിട്ടും. ട്രൈ ചെയ്തോ.